ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ചൈനീസ് ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോക്ക് ലൈക്കും കൂടി കൊടുക്കണം. അപ്പോൾ ഇനി അധികം പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡില് ഹീറോയിന്റെ പേരും പറഞ്ഞ് യാനും ഹീറോയും കൂടി ഒരുപാട് വഴക്കൊക്കെ ഇടും. അതൊരു കയ്യാങ്കളിയിലേക്ക് തന്നെ മാറും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ യാൻ നേരെ ഹീറോയിനെ കാണാനായിട്ട് ചെല്ലും. ഹീറോയിനാണെങ്കിൽ യാന അങ്ങനെ തന്നെ വീടിന്റെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് മുറിവ് പറ്റിയ സ്ഥലത്തൊക്കെ മെഡിസിനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് കാണുമ്പോ തന്നെ യാൻ, അല്ല എനിക്ക് മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ഇങ്ങനെ ചോദിക്കും. അത് വേറൊന്നുമല്ല, നിങ്ങളുടെ ഫേസിൽ കുറച്ച് മുറിവുണ്ട്, അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി എന്തൊരു പ്രോബ്ലം ഉണ്ടെന്ന്. ഹീറോ അല്ലേ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും. പുള്ളിക്കാരനും ആന്ന് പറയും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നമ്മൾ കുറച്ചു നാൾ മുൻപല്ലേ മീറ്റ് ചെയ്തത്, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഞാൻ ഹീറോയിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട്, നീ എനിക്കൊരു വൈഫ് മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, എന്റെ വൈഫിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും നിന്റെ കയ്യിലുണ്ടെന്ന് പറയും. അപ്പൊ തന്നെ ഹീറോയിൻ ഞാന്റെ കൈ എടുത്ത് മാറ്റിയിട്ട്, നമ്മൾ കുറച്ച് നാളായിട്ടുള്ളൂ മീറ്റ് ചെയ്തിട്ട്, അതിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഒക്കെ വന്നിട്ടുള്ളതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ അതിന് മറുപടി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കോള് വരും. ആ കോള് അറ്റൻഡ് ചെയ്തതിന് ശേഷം എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹീറോയിൻ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഫ്രണ്ട്, നമ്മുടെ യാനിന്റെ കമ്പനിയിലെ അത് വലിയൊരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറെ പ്രൊജക്ട് ഒക്കെ ടെർമിനേറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും യാനിന്റെ കമ്പനിക്ക് ഇത്രയ്ക്കും പ്രോബ്ലം വരാനുള്ള കാരണം ഹീറോ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ നേരെ ഹീറോനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. ഹീറോയിനെ കാണുമ്പോ തന്നെ ഹീറോ, ഞാൻ പ്രതീക്ഷിച്ചതിലും നീ ഇച്ചിരി ലേറ്റ് ആയിട്ടാണല്ലോ വന്നേക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിനാണെങ്കിൽ ഇതിനൊരു മറുപടി കൊടുക്കാണ്ട് വീടിനകത്തേക്ക് കയറി ചെല്ലും. എന്താ നിനക്ക് പ്രോബ്ലം? നമ്മളുടെ ഇടയിലല്ലേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്, വെറുതെ എന്തിനാണ് യാന നമ്മളുടെ ഇടയിലേക്ക് വലിച്ചെടുക്കുന്നത്, നിനക്ക് എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയാണെങ്കിൽ അത് കേട്ട ഉടനെ തന്നെ, അതിന് ഞാൻ അവനെ വലിച്ചെടുച്ചൊന്നുമില്ലല്ലോ, അവനല്ലേ നമ്മളുടെ ഇടയിലേക്ക് കയറി വന്നത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിച്ചേനെയായിരുന്നു, ആവശ്യമില്ലാണ്ട് നമ്മളുടെ ഇടയിലേക്ക് കയറി വന്ന് നിന്നെ അവനെ ഒളിച്ചു വെച്ച്, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്ന നീ ചോദിച്ചില്ലേ എനിക്ക് എന്താ വേണ്ടതെന്ന്, എനിക്ക് നിന്നെയാണ് വേണ്ടത്, ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്ത് തരാം, ഞാൻ ഒരിക്കലും നിന്നെ കഷ്ടപ്പെടുത്തില്ല, നിന്നെ നന്നായിട്ട് തന്നെ നോക്കിക്കോളാം, നിന്റെ കൂടെ ഒരുപാട് നേരം ടൈം ഒക്കെ സ്പെൻഡ് ചെയ്തോളാം, പ്ലീസ് നീ എന്നെ വിട്ടു പോകരുതെന്ന് പറയും. നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്ത് എന്നിട്ടും നീ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത്, എന്നെ ഒന്ന് വെറുതെ വിടുന്നിങ്ങനെ പറയും. എന്താ നീ പറയുന്നത്, നീ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ യാനെ വെറുതെ വിടില്ല, അവന്റെ എല്ലാ കമ്പനിയും ഞാൻ തകർത്ത് കളയുമെന്ന് പറയും. ഹീറോയിനാണെങ്കിൽ ഇത് കേട്ട് കുറച്ചു നേരം ആലോചിച്ചിട്ട്, ശരി ഞാൻ നിന്റെ കൂടെ വന്നേക്കാം, പക്ഷെ യാനെ വെറുതെ വിടണം, യാന നീ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോന് വല്ലാത്ത ടെൻഷൻ ആകും. അങ്ങനെ തന്നെ ഹീറോയിന്റെ കഴുത്തിനൊക്കെ കുത്തിപ്പിടിച്ചിട്ട്, അപ്പോ യാനിന് വേണ്ടിയിട്ടാണ് നീ എന്റെ കൂടെ വരാന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഹീറോ വല്ലാണ്ട് ചൂടാകും. ഹീറോയിനെ അപ്പൊ തന്നെ കൂളായിട്ട്, ദേ നോക്ക്, ഞാൻ നിന്റെ കൂടെ വരാന്ന് പറഞ്ഞു, ഇനി ഇതിനിടയിലേക്ക് യാനെ വലിച്ചഴക്കാൻ പാടില്ല, അതേപോലെ തന്നെ യാനിന്റെ കമ്പനിയെയും ഇതിലേക്ക് വലിച്ചഴക്കരുതെന്നും പറഞ്ഞിട്ട് ഹീറോയിനെ അങ്ങനെ തന്നെ അവിടെ നിന്ന് പോകും. അതേ ടൈം യാനാണെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ മാനേജർ വിളിച്ചിട്ട്, സാർ ഇനി അധികം ടെൻഷൻ ഒന്നും അടിക്കണ്ട, നമ്മുടെ കമ്പനി ഇപ്പൊ സ്റ്റേബിൾ ആയിട്ടുണ്ട്, ടെർമിനേറ്റ് ചെയ്ത എല്ലാ പ്രോജക്റ്റും ഇപ്പോ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുവല്ലാണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെയും കിട്ടിയിട്ടുണ്ടെന്ന് പറയും. യാനാണെങ്കിൽ ഇത് കേട്ട് എന്തുപോലെയാകും, അത്ര പെട്ടെന്നൊന്നും ഹീറോ എന്നെ വിടുന്ന ലക്ഷണം ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പൊ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതിലെന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നേരെ ഹീറോയിനെ കാണാനായിട്ട് ചെല്ലും. അപ്പൊ ഹീറോയിനാണെങ്കിൽ ആ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങായിരിക്കും. ഇത് കാണുമ്പോ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പിടികിട്ടും. നീ എന്തായി കാണിക്കുന്നത്, നീ എങ്ങോട്ടായി പോകുന്നത്, ഹീറോന്റെ മുമ്പിലേക്ക് നീ വീണ്ടും സറണ്ടർ ആവുകയാണോ, നീ അവന്റെ അടുത്ത് നിന്ന് ഇപ്പോഴല്ലേ രക്ഷപ്പെട്ട് വന്നത്, നീ ഇങ്ങനത്തെ ഒരു കടും കൈ ചെയ്യരുതെന്ന് പറയും. ഇല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല, എന്തായിരുന്നാലും ഞാനത് നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ ഹീറോന്റെ അടുത്തേക്ക് ചെല്ലും. ഹീറോയിനാണെങ്കിൽ വല്ലാണ്ട് ഹാപ്പി ആകും. അങ്ങനെ തന്നെ ബാക്കിൽ കൂടി ഹീറോയിനെ കെട്ടിപ്പിടിച്ചിട്ട്, എനിക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമൊക്കെ കിട്ടിയത്, എന്തായാലും നീ വന്നത് നന്നായി, ഇന്ന് മുഴുവനും ഞാൻ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്, നമുക്കെന്നാ ഒരു മൂവി കണ്ടാലാന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിനാണെങ്കിൽ ഭയങ്കര പുച്ഛത്തോടു കൂടി, എന്ത് മൂവിയാ, നീ എന്റെ കൂടെ മൂവി കാണാൻ പോവാണെന്ന് ഇങ്ങനെ ചോദിക്കും. ആ നമ്മളെ ഒരുമിച്ച് മൂവി കാണാൻ വേണ്ടി പോവാണെന്നും പറഞ്ഞിട്ട് നേരെ പോയിരിക്കും. എന്നിട്ട് ഒരു മൂവിയും പ്ലേ ചെയ്യും. ഇത് കാണുമ്പോ തന്നെ ഹീറോയിൻ, ഞാൻ ഈ മൂവി കണ്ടെന്ന് പറയും. ഓ നീ കണ്ട,
എപ്പൊ കണ്ടെന്നിങ്ങനെ ചോദിക്കും. ഞാൻ ലോൺലി ആയിട്ട് ഇരിക്കുമ്പോ മുഴുവനും ഈ മൂവിയാണ് കാണാറ്. ഏറ്റവും കുറഞ്ഞത് ഒരു 100 തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടാവും എന്ന് പറയും. ഓ അങ്ങനെയാണല്ലേ. അതൊക്കെ പോട്ടെ, എന്തായാലും നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നാളെ മുതലേ ഇവിടെ ഒരു മെയ്ഡ് ജോലിക്ക് വരും. ഞാനൊരു മെയ്ഡിനെ ഹയർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിന് ഇഷ്ടപ്പെടില്ല. എന്തിനാണ് ഒരു മെയ്ഡിനെയൊക്കെ ഹയർ ചെയ്തത്? എന്താവശ്യമുണ്ട്? എനിക്ക് മനസ്സിലായി, നിനക്ക് എന്നെ വാച്ച് ചെയ്യണം, അതിനു വേണ്ടിട്ടല്ലേ മെയ്ഡിനെയൊക്കെ ഹയർ ചെയ്യുന്നേ. അതുമാത്രമല്ല, നീ ആദ്യം മുതലേ തന്നെ യുന്നിനെ മാരേജ് ചെയ്യാനുള്ള തീരുമാനത്തിലായിരുന്നു. അതുകൊണ്ടല്ലേ ഓഫീസിലേക്കൊക്കെ അവളെ വിളിച്ചുകൊണ്ട് വന്നത്. നീ ശരിക്കും പറഞ്ഞ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കാണ്, നീ എന്നെ യൂസ് ചെയ്യാണെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാനായിട്ട് നോക്കൂ. ഹീറോയാണെങ്കിൽ ആ ഹീറോയിൻ അവിടെ നിന്ന് വിടാണ്ട് വലിച്ച് മടിയിലേക്ക് ഇട്ടിട്ട് ഭയങ്കര ഫോഴ്സ്ഫുള്ളി കിസ്സൊക്കെ ചെയ്യും. ഹീറോയിൻ ഇത് ഇഷ്ടപ്പെടാണ്ട് തള്ളി വിട്ടിട്ട്, ദേ നോക്ക്, ഞാൻ നിന്റെ കൂടെ ഇരിക്കാന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഹീറോയും വല്ലാത്ത വിഷമത്തിലിരിക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഓഫീസിൽ ചെന്നിട്ട് അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ അവന്റെ കാർഡ് എടുത്ത് കൊടുത്തിട്ട്, നീ ഒരു പണി ചെയ്, ഈ കാർഡും കൊണ്ട് പോയിട്ടേ ഒരു ഡയമണ്ട് നെക്ലസ് എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവാന്ന് പറയും. പുള്ളിക്കാരിക്കാണെങ്കിൽ ടെൻഷനായിട്ട്, ഞാൻ തന്നെ പോണോ സാറെന്ന് ഇങ്ങനെ ചോദിക്കും. നീ തന്നെ പോണം, എന്നാ പിടിച്ചോന്നും പറഞ്ഞിട്ട് കാർഡ് എടുത്ത് കൊടുക്കും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടിയും കാർഡുമായിട്ട് പോകും. അതേ ടൈമിന് യുന്നിനെ കാണിക്കാണ്. യുന്ന് ഹീറോന്റെ ഫ്രണ്ടുമായിട്ട് മാരേജ് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ആ കടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോ ഹീറോന്റെ എംപ്ലോയി അവിടെ നിന്ന് ഓരോ നെക്ലസ് നോക്കുന്നത് കാണും. ഇത് കാണുമ്പോ തന്നെ യുൻ അങ്ങോട്ടേക്ക് ചെന്ന്, എന്താണ് നീ നോക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. യുൻ, നിങ്ങളോ? ഞാനേ ഒരു നെക്ലസ് നോക്കാനായിട്ട് വന്നതാണ്, ബോസാണ് എന്നെ പറഞ്ഞു വിട്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് നെക്ലസ് സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല, ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കായിരുന്നു. എന്തായാലും നിങ്ങൾ വന്നില്ലേ, ഒരു നെക്ലസ് സെലക്ട് ചെയ്ത് തരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. അതിനെന്താന്നും പറഞ്ഞിട്ട് യുന്നും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ഒക്കെ കണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ പെണ്ണ് ബില്ല് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഹീറോന്റെ ഫ്രണ്ട്, അല്ല നീ എടുത്ത ഡ്രസ്സിന് മാച്ച് ചെയ്ത് നെക്ലസ് എടുക്കുന്നില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, ഞാൻ എന്തായാലും എടുക്കുന്നില്ല, നേരത്തെ തന്നെ എന്റെ കയ്യിലൊരു നെക്ലസ് ഉണ്ട്, പിന്നെ ഇതും കൂടി കിട്ടുമല്ലോ. ഹീറോ എന്തിനായിരിക്കും ഈ ഒരു നെക്ലസ് വാങ്ങിയത്? എനിക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ? എന്തായാലും എന്റെ വെഡിങ് ഡ്രസ്സിൽ ഞാൻ ഈ നെക്ലസ് ആയിരിക്കും മാച്ച് ചെയ്തിടാൻ പോകുന്നേ, വാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഫ്രണ്ടിനെയും കൂട്ടി പോകും. ഹീറോ ഇത് യുന്നിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതൊന്നും അല്ല, നമ്മുടെ ഹീറോയിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ തന്നെ ആ നെക്ലസുമായിട്ട് നേരെ വീട്ടിലേക്ക് പോകും. ആ നെക്ലസ് തുറന്ന് കാണിച്ചിട്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടാന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയും. അപ്പൊ തന്നെ ഹീറോ, ഞാനത് നിനക്ക് ഇട്ടു തരാന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ കഴുത്തിൽ അത് ഇട്ട് കൊടുക്കും. ഹീറോയിനും അത് തൊട്ട് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയും. എന്തായാലും വാങ്ങിച്ചു തന്നതിന് താങ്ക്സ് എന്ന് പറയും. ഞാൻ ഇത്രക്ക് സൂപ്പർ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു തന്നിട്ട് നിനക്ക് എന്റെ അടുത്ത് താങ്ക്സ് മാത്രമേ പറയാനുള്ളൂ എന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിനാണെങ്കിൽ ഇത് കേട്ട് ചിരിച്ചിട്ട്, ഓക്കെ, താങ്ക്സ് മാത്രമായിട്ട് ഞാൻ ഒതുക്കുന്നില്ല, നാളെ ലഞ്ച് ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കി ഓഫീസിലേക്ക് കൊണ്ടുവന്ന് തരാന്ന് പറയും. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നീ ലഞ്ച് കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുമെന്ന് ഹീറോയും പറയും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ ലഞ്ച് ബ്രേക്കും ആകും. എല്ലാവരും തന്നെ ഓഫീസിൽ നിന്ന് ലഞ്ച് കഴിക്കാനായിട്ട് പുറപ്പെട്ടു പോകും. എല്ലാവരും പോയിട്ടും ഹീറോയിൻ മാത്രം ലഞ്ചുമായിട്ട് വന്നിട്ടില്ല. എന്താടാ ഇത്, ഇവളെന്താ ഇത്രക്ക് ലേറ്റ് ആവുന്നതെന്നും പറഞ്ഞിട്ട് ഹീറോയിനെ വെയിറ്റ് ചെയ്ത് വല്ലാണ്ട് ടെൻഷൻ അടിച്ചിരിക്കായിരിക്കും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് യുന്ന് കയറി വരുന്നത്. യുന്നിനെ കാണുമ്പോ തന്നെ ഹീറോ അങ്ങോട്ടേക്ക് ചെന്നിട്ട്, എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ എന്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ലഞ്ചുമായിട്ടാ വന്നത്, നിനക്ക് തരാൻ വന്നതാണ്, ഇന്നാ ഇത് കഴിക്കെന്ന് പറയും. വേണ്ട വേണ്ട, എനിക്ക് വിശക്കുന്നൊന്നുമില്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഒരു ഗസ്റ്റ് വരുമെന്ന് പറയും. യുന്നിന് അവിടെ നിന്ന് പോകാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഓക്കെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും. ആ ടൈമിനാണ് ലഞ്ചുമായിട്ട് നമ്മുടെ ഹീറോയിൻ കയറി വരുന്നത്. ഹീറോയിനെ കാണുമ്പോ തന്നെ യുന്നിന്റെ ദേഷ്യം കയറിയിട്ട്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിൻ ആണെങ്കിൽ ആ യുന്നിനെ വലിയ മൈൻഡ് ഒന്നും കൊടുക്കാണ്ട് മുന്നോട്ട് നടക്കും. ആ ടൈമിനാണ് ഹീറോയിന്റെ കഴുത്തിൽ ആ നെക്ലസ് കിടക്കുന്നത് കാണുന്നത്. അങ്ങനെ തന്നെ യുന്ന്, നിന്റെ കഴുത്തിൽ എങ്ങനെയാ ഈ നെക്ലസ് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോയിൻ, എന്താ നിനക്ക് പ്രോബ്ലം, എന്റെ കഴുത്തിൽ ഈ നെക്ലസ് കിടക്കൂലേ, നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണെന്നും പറഞ്ഞിട്ട് ആ നെക്ലസ് പൊട്ടിച്ചെടുക്കാനായിട്ട് നോക്കും. അപ്പൊ തന്നെ ഹീറോ വന്ന് തടഞ്ഞിട്ട്, നീ എന്തായി കാണിക്കുന്നതെന്നും പറഞ്ഞിട്ട് യുന്നിന്റെ അടുത്ത് ചൂടാകും. അപ്പൊ തന്നെ ഹീറോയിൻ, ഇതേ ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞിട്ട് ആ ലഞ്ചെടുത്ത് നീട്ടും. ഹീറോയും അത് വാങ്ങാനായിട്ട് പോവുകയേ ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ യുന്നത് തട്ടിക്കളഞ്ഞിട്ട്, നീ എന്തിനാ എന്റെ ഫിയാൻസിക്ക് വേണ്ടിട്ട് ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നത്, എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്, ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്ന് പോണോന്നും പറഞ്ഞിട്ട് വല്ലാണ്ട് ഒരു സൈക്കോനെ പോലെ ഉച്ചെടുക്കും. ഇതാണ് കിട്ടിയ ചാൻസ്, ഹീറോന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇതാണെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹീറോയിൻ പുറത്തേക്ക് ഇറങ്ങി പോകും. ഹീറോയിൻ പോയ പുറകെ തന്നെ യുന്ന് വല്ലാണ്ട് ഉച്ചെടുക്കാനായിട്ട് തുടങ്ങും. നീ ഇപ്പോഴും അവളുമായിട്ട് അഫെയറിൽ ഇരിക്കുകയാണല്ലേ, എന്ത് ധൈര്യം ഉണ്ട് നിനക്ക്, നീ എന്തിനാണ് അവൾക്ക് ആ നെക്ലസ് വാങ്ങിച്ചു കൊടുത്തതെന്ന് ചോദിച്ച് വല്ലാണ്ട് ദേഷ്യപ്പെടും. അപ്പൊ തന്നെ ഹീറോ, ഞാനതേ അവൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങിയതാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ യുന്നിന് വല്ലാത്ത സങ്കടമൊക്കെ വരും. നിനക്കറിഞ്ഞൂടെ, നമ്മളുടെ മാരേജ് നടക്കാൻ വേണ്ടി പോവാണ്, എന്നിട്ട് നീ അവളുടെ കൂടെ ടച്ചിലിരിക്കുകയാണല്ലേ, ഇത് നീ എന്റെ അടുത്ത് ചെയ്യുന്ന ദ്രോഹമല്ലേ എന്ന് ചോദിച്ച് വല്ലാണ്ട് വിഷമിച്ചൊക്കെ പറയും. അപ്പൊ തന്നെ ഹീറോ, ഇതേ എന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല, ഈ ഒരു മാരേജ് കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമാണെന്നും പറഞ്ഞിട്ട് ഹീറോ ഇറങ്ങി ഹീറോയിനെ അന്വേഷിച്ച് ഇങ്ങനെ പോകും. യുന്നിനാണെങ്കിൽ വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഒക്കെ വന്ന് നിൽക്കും.
അതേ ടൈം ഹീറോയിനെ പോയി കണ്ടിട്ട് ഹഗൊക്കെ ചെയ്ത് ഇങ്ങനെ കിടക്കും. അപ്പൊ ഹീറോയാണെങ്കിലോ, ഞാൻ അറിഞ്ഞില്ല യുന്ന അങ്ങോട്ടേക്ക് വരുമെന്ന്, ഞാൻ വിളിച്ചിട്ടൊന്നും വന്നതല്ല എന്ന് പറയും. അതൊന്നും എന്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാറില്ല. നീ ചിന്തിക്കാറില്ലെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ സത്യം പറഞ്ഞ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്ന് ഇങ്ങനെ പറയും. ഹീറോയിനാണെങ്കിൽ ഇതിന് വലിയ മൈൻഡ് ഒന്നും കൊടുക്കില്ല, അങ്ങനെ തന്നെ കിടക്കും. അങ്ങനെ ഹീറോന്റെ എൻഗേജ്മെന്റ് ഡേയും വരും. എൻഗേജ്മെന്റിന് പോവാനായിട്ട് ഹീറോയിൻ തന്നെയായിരിക്കും ഹീറോനെ ഒരുക്കിയൊക്കെ വിടുന്നത്. ഹീറോ കുറച്ചു ദൂരം നടന്നു പോയിട്ട് ഹീറോയിനെ അങ്ങനെ തന്നെ തിരിഞ്ഞു നോക്കും. എന്നിട്ട് ഓടി വന്ന് ഹഗ് ചെയ്തിട്ട്, നീ വിഷമിക്കരുത്, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, എല്ലാ പ്രോബ്ലംസും തീർത്തിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരുമെന്നും പറഞ്ഞൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ അവിടെ നിന്ന് പോകുന്നത്. ഹീറോ പോയ പുറകെ തന്നെ ഹീറോയിൻ എല്ലാം പാക്ക് ചെയ്ത് ഒരു ടാക്സിയൊക്കെ വിളിച്ച് അവിടെ നിന്ന് പോകും. അതേ ടൈം ഹീറോനെ കാണിക്കാണ്. ഹീറോ അമ്മയുടെ കൂടെ ആയിരിക്കും എൻഗേജ്മെന്റിന് പോയിക്കൊണ്ടിരിക്കുന്നത്. പോണ വഴിയൊക്കെ ഹീറോന് വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ വരും. ഹീറോയിനെ വിട്ട് പിരിഞ്ഞു പോകാനായിട്ട് പുള്ളിക്കാരനൊട്ടും മനസ്സ് വരുന്നില്ല. അങ്ങനെ തന്നെ ഹീറോയിന് കോൾ ചെയ്യും. പക്ഷെ കോളാണെങ്കിൽ പോകുന്നില്ല. ഹീറോനാണെങ്കിൽ വല്ലാത്ത പേടിയൊക്കെ വരും. അങ്ങനെ തന്നെ ഡ്രൈവറിന്റെ അടുത്ത് വണ്ടി തിരിക്കാനായിട്ട് പറയും. പക്ഷെ പുള്ളിക്കാരനാണെങ്കിൽ വണ്ടി തിരിക്കാണ്ട് നേരെ തന്നെ വണ്ടി ഓടിച്ചോണ്ടിരിക്കും. വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് അയാൾ ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞ് വണ്ടി തിരിക്കാനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ തന്നെ ഹീറോന്റെ അമ്മ, നീ ഇനി അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകണ്ട, അവൾ എന്തായാലും വീട്ടിലുണ്ടാവില്ല, അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്, അവളെ ഹെൽപ്പ് ചെയ്തത് ഞാനാണെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ തന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഹീറോന് ലഞ്ചുമായിട്ട് ഓഫീസിലേക്ക് വന്ന ദിവസം യുന്നു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോന്നിട്ടുണ്ടാവുമല്ലോ. പുള്ളിക്കാരി നേരെ ഹീറോന്റെ അമ്മേനെ മീറ്റ് ചെയ്യാനായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ പുള്ളിക്കാരിനെ മീറ്റ് ചെയ്തിട്ട്, നിങ്ങൾ എന്റെ അടുത്ത് മുൻപേ പറഞ്ഞിട്ടുണ്ട് എന്റെ ഒരു വിഷ് നിറവേറ്റി തരാന്ന്. ഇപ്പൊ ഞാൻ ആ വിഷ് ചോദിക്കാണ്, എനിക്ക് എങ്ങനെയെങ്കിലും ഹീറോന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം, അവൻ ഇനി എന്നെ തിരഞ്ഞു വരാനായിട്ട് പാടില്ല, ആ ഒരു വിഷ് എനിക്ക് നിറവേറ്റി തരണമെന്ന് പറയും. ഇത് കേട്ട് പുള്ളിക്കാരി ഓക്കെ അടിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഹീറോന് വല്ലാത്ത സങ്കടമൊക്കെ വന്നിട്ട്, എന്താണമ്മ നിങ്ങൾ ഈ കാണിച്ചത്, എന്റെ ലൈഫിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കളിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ അമ്മ, ദേ നോക്കടാ, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നീ ഇനി അവളുടെ പുറകെ പോകരുത്, നീ എത്രയും പെട്ടെന്ന് യുന്നിനെ മാരേജ് ചെയ്യണം, യുന്നിനെ മാരേജ് ചെയ്യുന്നതാണ് നല്ലത്. അതുമാത്രമല്ല നമ്മുടെ കമ്പനിയുടെ നിലനിൽപ്പിനും യുന്നിനെ മാരേജ് ചെയ്യണം, അവളുടെ പാരന്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, എന്തായാലും നീ യുന്നിനെ മാരേജ് ചെയ്യുന്നതാ നല്ലതെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ തന്നെ അവര് എൻഗേജ്മെന്റ് നടക്കുന്ന സ്ഥലത്തേക്കും വരും. ഇവര് രണ്ടുപേരും കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. ഹീറോനാണെങ്കിൽ വല്ലാത്തൊരു ഫീലിങ്സ് ഒക്കെ വരും. ഇല്ല, ഈ എൻഗേജ്മെന്റ് നടക്കാൻ പാടില്ല, എനിക്ക് ഇതിനൊട്ടും വയ്യാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കാറിലോട്ട് കയറിയിട്ട്, എനിക്ക് ഈ എൻഗേജ്മെന്റ് ചെയ്യാൻ പറ്റില്ലമ്മ, എനിക്ക് ഇതിന് സാധിക്കില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കാർ എടുത്തുകൊണ്ട് പോകും. അതേ ടൈം ഹീറോയിൻ ആണെങ്കിൽ നേരെ അവളുടെ ഹോം ടൗണിലേക്കായിരിക്കും ചെല്ലുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഹീറോയിനെ കാണുന്നത് കൊണ്ട് തന്നെ ഹീറോയിന്റെ പാരന്റ്സിന് വല്ലാത്തൊരു സന്തോഷമൊക്കെ വരും. വാ മോളെ, എന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. ഒന്നുമില്ലമ്മ, ഞാൻ ജോബ് റിസൈൻ ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അതാണ് വന്നതെന്ന് പറയും. ആ കുഴപ്പമില്ല മോളെ, നിനക്ക് റെസ്റ്റിന് വേണ്ടിട്ടല്ലേ, വാന്നും പറഞ്ഞിട്ട് എല്ലാരും കൂടി ഇരുന്ന് ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കായിരിക്കും. അപ്പൊ തന്നെ ഹീറോയിന്റെ പാരന്റ്സ്, അല്ല നീ ഇത്ര നാളും സിറ്റിയിലായിരുന്നല്ലേ ഉണ്ടായിരുന്നത്, നിനക്കപ്പോ ബോയ് ഫ്രണ്ട് ഒന്നും ആയില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ലമ്മ, എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ലാന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അങ്ങനെ തന്നെ റൂമിലേക്ക് പോകും. അവിടെയാണെങ്കിൽ ഒരു ഫോട്ടോ ഇരിക്കുന്നത് കാണും. അതെടുത്ത് നോക്കിയിട്ട് ഹീറോന്റെ പേര് പറഞ്ഞിട്ട്, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അതേ ടൈം ഇനി ഹീറോനെ കാണിക്കാണ്. ഹീറോനാണെങ്കിൽ ഫുൾ ഓൺ ഫുൾ നമ്മുടെ ഹീറോയിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഹീറോയിൻ കെയർ ചെയ്തതും ഹീറോയിൻ സ്നേഹിച്ചതും അങ്ങനെ വേണ്ടല്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുക്കും. നീ എവിടെ പോയാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും, നിന്നെ ഞാൻ ഒരിക്കലും വിടില്ല, എന്റെ അടുത്ത് നിന്ന് നിന്നെ ഒരിക്കലും വിടില്ല എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേയും ആകും. ഹീറോയിൻ വീട്ടിലിരിക്കുന്ന ടൈമിന് കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട് കേൾക്കും. ഹീറോയിൻ ചെന്ന് വാതില തുറന്ന് നോക്കുമ്പോ വന്നിരിക്കുന്നത് നമ്മുടെ യാനായിരിക്കും. ഹീറോയിൻ ആണെങ്കിൽ ഷോക്കായിട്ട്, അല്ല നിങ്ങൾ എന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാ വന്നത്, അതുമല്ലാണ്ട് നിന്റെ പാരന്റ്സിന്റെ അടുത്ത് സംസാരിക്കണോന്ന് പറയും. അതേ ടൈമിന് ഹീറോയിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരും. യാനെ കണ്ടിട്ട് ഇത് ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഞാനേ ഹീറോയിന്റെ ഫ്രണ്ടാണ്, ഞാനേ അവളുടെ അടുത്ത് പറയാണ്ടാ വന്നത്, അവളെ സമാധാനിപ്പിക്കാനായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും. ആ ഓക്കെ മോനെ, അകത്തേക്ക് വാന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ പാരന്റ്സ് അകത്തേക്ക് വിളിക്കും. അങ്ങനെ ഹീറോയിനും ഞാനും കൂടി അവളുടെ റൂമിൽ കയറിയിരുന്ന് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ഇവര് സംസാരിക്കുന്നത് ഹീറോയിന്റെ പാരന്റ്സ് ഒളിഞ്ഞു നോക്കിയിട്ട്, രണ്ടുപേരും നല്ല സൂപ്പർ ജോഡിയാണല്ലേ, ഇവര് രണ്ടുപേരും കൂടി മാരേജ് ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കായിരിക്കും. ആ ടൈമിനാണ് ഹീറോയിന്റെ കുഞ്ഞനുജൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്നത്. പുള്ളിക്കാരന്റെ പേര് സി എന്നാണ്. സി യാനെ കാണുമ്പോ തന്നെ,
ഹായ് അങ്കിൾ, നിങ്ങൾ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കും. ഹീറോയിൻ ആണെങ്കിൽ അങ്കിൾ എന്നല്ല ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. ആ ഓക്കെ ചേട്ടാന്നും പറഞ്ഞിട്ട് സീൻ നിൽക്കും. അപ്പൊ തന്നെ ഞാനാണെങ്കിൽ മോനെ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, എന്റെ ഫ്രണ്ട് ട്യൂഷൻ സെന്റർ ഒക്കെ നടത്തുന്നുണ്ട്, വേണമെങ്കിൽ നിനക്ക് പഠിക്കാൻ വേണ്ടിട്ട് അവന്റെ അടുത്ത് പറഞ്ഞ് നോട്ട്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്ത് തരാന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ സീക്ക് വല്ലാത്ത ദേഷ്യം വരും. ഞാൻ ദേ ഇപ്പോഴാണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിൽ പോയി ഹോംവർക്ക് ഒക്കെ തീർത്ത് ടയേർഡായിട്ട് വീട്ടിലേക്ക് കയറി വന്ന് കയറിയപ്പോ തന്നെ പറയുന്ന വാക്ക് കേട്ടില്ലേ, എനിക്ക് പഠിക്കാനായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തരാന്ന്, താരം കഴിഞ്ഞിട്ട് പോയിടോന്നും പറഞ്ഞിട്ട് സീ ഭയങ്കര ദേഷ്യത്തിൽ ഒച്ചയും വെച്ചിട്ട് അവിടെ നിന്ന് പോകും. നമ്മുടെ യാനാണെങ്കിൽ എന്തോ ബൾബ് കിട്ടിയ പോലെ ഇരിക്കും. ആ ടൈമിന് ഹീറോയിന്റെ പാരന്റ്സ് ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, നീ ഒന്ന് കടയിലേക്ക് പോയിട്ട് വരാവോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ വേണമെങ്കിൽ ഞാനും ഹീറോയിന്റെ കൂടെ പോവാന്ന് പറയും. ആ ഓക്കെ പ്രോബ്ലം ഒന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് വാന്നും പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെയും കൂടി കടയിലേക്ക് അഴക്കും. അങ്ങനെ കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് രണ്ടുപേരും കൂടി സംസാരിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോ ഹീറോയിനാണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കും. വേറൊന്നും അല്ല, പെട്ടെന്ന് നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിന്നിട്ടുണ്ടാകും. അപ്പൊ തന്നെ ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് നിന്നിട്ട്, ഞാൻ എന്റെ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്ത് ഇനി നമുക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാം, ലൈഫ് ലോങ് നമുക്ക് ജീവിക്കാം, നീ എന്റെ കൂടെ വരണം, ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്ക്, ഞാൻ നിന്റെ അടുത്ത് എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്ത് എന്റെ അടുത്ത് വരാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എന്തിനാ നീ എൻഗേജ്മെന്റ് ക്യാൻസൽ ചെയ്തേന്ന് ഇങ്ങനെ ചോദിക്കും. ദേ നോക്ക്, നീ ഇപ്പൊ അതൊക്കെ വിട്, നീ ഇപ്പൊ ഈ പയ്യന്റെ കൂടെ വരുന്നത് എന്നെ ജലസാക്കാൻ വേണ്ടിട്ടല്ലേ, ആദ്യം തന്നെ നീ ഇവനെ പറഞ്ഞു വിട്, നമ്മളുടെ ഇടയിലേക്ക് ഇവൻ വരാൻ പാടില്ല, അതായിരിക്കും നല്ലതെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഞാനും ദേഷ്യം കയറിയിട്ട്, അല്ല നിങ്ങള് ബ്രേക്കപ്പ് ആയതല്ലേ, എന്നിട്ട് എന്തിനാണ് നീ ഇവളെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുന്നത്, നീ ഇവളുടെ ലൈഫിൽ നിന്ന് ആദ്യം പോ, അതായിരിക്കും അവൾക്ക് നല്ലതെന്ന് ഇങ്ങനെ പറയും. ദേ നീ ആദ്യം വായ അടച്ച് മിണ്ടാണ്ടിരിക്കും, ദേ ഞാൻ ഇവളുടെ അടുത്താണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്, നീ ഇനി ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാല് ചിലപ്പോ എന്റെ കൺട്രോൾ വിട്ട് പോകുമെന്ന് പറയും. അങ്ങനെ തന്നെ ഹീറോയിന്റെ അടുത്ത്, ദേ നോക്ക്, നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ എൻഗേജ്മെന്റ് ഒക്കെ ബ്രേക്ക് ചെയ്ത് വന്നിട്ടുള്ളത്, നീ എന്റെ കൂടെ വരണം, നമുക്ക് ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ജീവിക്കാന്ന് പറയും. ഹീറോയിൻ ആണെങ്കിൽ അത് സമ്മതിക്കാണ്ട്, ഇല്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മള് ബ്രേക്കപ്പ് ആയതാണ്, ഇനിയെങ്കിലും നീ എന്നെ വെറുതെ വിടണം പറഞ്ഞിട്ട് യാനിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാനായിട്ട് നോക്കും. പക്ഷേ ഹീറോ വിടുവോ? അങ്ങനെ തന്നെ ഹീറോയിനെ കയ്യിൽ കയറി പിടിച്ച് സ്റ്റോപ്പ് ചെയ്യും. ഇതോടുകൂടി തന്നെ ഇന്നത്തെ പാർട്ടും കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാർട്ടുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോക്ക് ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക, എന്നാൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡിൽ വിടുള്ളൂ. അപ്പോ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.